ഹായ് ഫ്രണ്ട്സ്, ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പേര് സം ജിയോ തിങ്സ് എന്നാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോഗ്രഫി റിലേറ്റ് ചെയ്തിട്ടുള്ള എൻക്വയറീസ് ഓർ ജോഗ്രഫി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ, ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് റിസോഴ്സസ് ജോഗ്രഫിക്ക് കിട്ടുന്നത് എന്താ പറയുക, നമ്മുടെ ഇംഗ്ലീഷിൽ ഹിന്ദിയിലൊക്കെയാണ് കിട്ടുന്നത്. ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് നെർവസ് ഉണ്ട്, ക്ഷമിക്കുക. എന്തെങ്കിലും ഒരു ഡിലേ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ജോഗ്രഫിയുടെ ബേസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് തന്നെ. ജോഗ്രഫിയുടെ ബേസായിട്ട് നമുക്ക് എന്താണ് ജോഗ്രഫി എന്നൊക്കെ അറിയുന്നുണ്ട്. സോ നമുക്ക് തുടങ്ങാം. ജോഗ്രഫി എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഭൂമിയുടെ ഒരു പഠനം തന്നെയാണ് ഈ ജോഗ്രഫി. എന്തൊക്കെ ഇപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, ലാൻഡ്സ്കേപ്പ്, എങ്ങനെ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു, എങ്ങനെ ഹ്യൂമൻസും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റഡിയാണിത് ജോഗ്രഫി എന്ന് പറയുന്നത്. ജോഗ്രഫിക്ക് പല ബ്രാഞ്ചുകളുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഫിസിക്കൽ ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി, എൻവയോൺമെൻറ്റൽ ജോഗ്രഫി, ഇതൊക്കെ ബേസിക്കായിട്ട് പറയുന്നെങ്കിലും അതിനെ തുടർന്ന് ഒരുപാട് ജോഗ്രഫികളല്ലാതെ അതിനെ തുടർന്ന് പല ബ്രാഞ്ചുകളും. ഇപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത് നാച്ചുറൽ ഫീച്ചേഴ്സിനെ, മൗണ്ടൻസ്, റിവേഴ്സ്, അതിനെയൊക്കെ വെതർ, എക്കോസിസ്റ്റത്തിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു ബ്രാഞ്ചാണ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത്. ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, എങ്ങനെയാണ് ഹ്യൂമൻ ലാൻഡിനെ ചേഞ്ച് ചെയ്യുക, ലാൻഡ് ഹ്യൂമനെ അഫക്റ്റ് ചെയ്യുക, എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, അതൊക്കെ. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴാണ് എൻവയോൺമെൻറ്റൽ ജോഗ്രഫി ആയിട്ട് മാറുന്നത്. കൂടുതൽ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫിയുടെ എക്സാമ്പിൾസാണ് കൊടുത്തിരിക്കുന്നത്. റിവർ, കോസ്റ്റ്, ഗ്ലേഷ്യേഴ്സ്, വെതർ, ക്ലൈമറ്റ്, എക്കോസിസ്റ്റം. ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ, മൈഗ്രേഷൻ, അർബൻ പാറ്റേൺസ്, എക്സെട്ര. അത് കഴിഞ്ഞിട്ട് എൻവയോൺമെൻറ്റൽ ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് ചേഞ്ച്, വേസ്റ്റ് പോപ്പുലേഷൻ. ഹ്യൂമനും ഈ ഡയഗ്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഹ്യൂമനും എൻവയോൺമെൻറ്റും ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് അത്. ഫിസിക്കൽ ജോഗ്രഫിയുടെയും ഹ്യൂമൻ ജോഗ്രഫിയുടെയും കമ്പൈൻഡ് വേർഷനാണ് ഈ എൻവയോൺമെൻറ്റൽ ജോഗ്രഫി എന്ന് പറയുന്നത്. കുറച്ചുകൂടി എക്സാമ്പിൾസിനായിട്ട് ഇത് നോക്കുക. ഇത്രയുമാണ് ബേസിക്കായിട്ടൊരു ജോഗ്രഫി എന്ന് പറയുന്നത്. താങ്ക് യു. അടുത്ത് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നോട്ട്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.